ഇന്ന് നടന്ന സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആൻസർ കീ പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ്. ക്ലിയർ ആണ്? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ആമസോണിയൻ മഴക്കാടുകളാണ്. 4 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 4 ആണ്. അപ്പോൾ ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ ഡി 4 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതി എന്താണ്? അത് വരുന്നത് സമാശ്വാസം പദ്ധതി 4 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ സി 4 ആണ് വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാലാവസ്ഥ നിരീക്ഷണം. നാലാമത്തെ ചോദ്യം, ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബൈക്കിനാണ് കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്. 5, മഴവിൽ കാണുവാനായി സൂര്യന്റെ സ്ഥാനം എങ്ങനെ ആയിരിക്കണം? ആൻസർ ഓപ്ഷൻ ബി, നിരീക്ഷകന്റെ പിന്നിൽ. 6, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 25 മുതൽ 28 വരെ. ഏഴാമത്തെ ചോദ്യം, 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് 51A അനുച്ഛേദമായി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 11 ആണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. 9, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി സ്ഥിരമായിട്ട് ചോദിക്കുകയാണ്. ഓപ്ഷൻ എ, 42ാം ഭേദഗതി 1976. ഇനി 10ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഓപ്ഷൻ ബി, ഭാഗം 2. ഇനി 11, വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് വെക്കുമ്പോൾ ട്യൂബിലെ ജലനിരപ്പ് 4 സെന്റിമീറ്റർ വരെ ഉയരും. പകുതി വ്യാസമുള്ള ട്യൂബ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര സെന്റിമീറ്റർ ഉയരും? ആൻസർ ഓപ്ഷൻ എ, 8 സെന്റിമീറ്റർ ആണ്. 12, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ ഓപ്ഷൻ സി ആണ്, രൂപാന്തരങ്ങളാണ്. 13ാമത്തെ ചോദ്യം, സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 18.066 × 10⁻23 ആണ്. ഇനി 14ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇതേത് നിയമപ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ബോയിൽ നിയമമാണ് കേട്ടോ. ബോയിൽ നിയമമാണ് വരുന്നത്. ഇനി 15, അമ്ലമഴയുടെ pH എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 4നും 5നും ഇടയിലാണ് അമ്ലമഴയുടെ pH വരുന്നത്. ഇനി 16, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ലേ? അപ്പോൾ ഫ്രാൻസ് ആണ്. ഇനി 17, 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയെ തിരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൽ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ദിയ ബിനു പുളിക്കക്കണ്ടം. അപ്പോൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് കണ്ട കൂട്ടുകാർക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി 18ാമത്തെ ചോദ്യം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ചുമതലകൾ തെരഞ്ഞെടുത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചുമതലകൾ എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. അപ്പോൾ ലോകസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുവോ? ഇല്ല. രാജ്യസഭയുടെ വരുവോ? ഇല്ല. നിയമസഭാ അംഗങ്ങളുടെ വരുവോ? ഇല്ല. പിന്നെ എന്താണ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 4 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി 19, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി, 42 ആണ്. 20, ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? തെറ്റായത് ഓപ്ഷൻ സി ആണ്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഗവർണറെ നിയമിക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി 21, മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മാവോ സേതുങ് ആണ്. 22, ബ്രിട്ടീഷുകാർക്കെതിരായി 1857 ഇന്ത്യയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചതാരാണ്? ഓപ്ഷൻ എ ആണ്, തോമസ് ജോൺസ് ബാർക്കർ ആണ്. 23, കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല? ഓപ്ഷൻ ഡി, മലബാർ ആണ്. 24, ഇന്ത്യൻ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, സിക്കന്ദർ ഹയാത്ത് ഖാൻ ആണ്. 25, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1921 ആണ്. ഓപ്ഷൻ സി ആണ്.
ഇനി 26 താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സ്വയം പര്യാപ്തത, സാമൂഹ്യനീതി, ആധുനികവൽക്കരണം എന്നിവയാണ്. വ്യവസായവൽക്കരണം, വാണിജ്യവൽക്കരണം അല്ല വരുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രമാണ്. ഇനി 27 കേരളത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സാമൂഹിക അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒന്നും നോക്കണ്ട, കണ്ണും മൂട്ടി മാർക്ക് ചെയ്യാം. ഓപ്ഷൻ സി കുടുംബശ്രീയാണ്. 28 2016 നവംബർ 8 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ എന്താണെന്നാണ്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ വരുന്നത് കള്ളപ്പണം നിയന്ത്രിക്കുന്നതിനും അഴിമതിക്കെതിരെയുള്ള പോരാട്ട തീവ്രവാദത്തെ ചെറുക്കലാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എല്ലാം വരുന്നതാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആയി പോകുന്ന സംശയമുണ്ട് കേട്ടോ, പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 29 ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ്. ആൻസർ ഓപ്ഷൻ എ നവംബർ 26 ആണ്. ഇനി 30 ഇവയിൽ പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തത് എന്നാണ് വെച്ചിരിക്കുന്നത്. പെടാത്തത് വരുന്നത് ഓപ്ഷൻ സി ആണ്, 4 മാത്രമാണ്. അതായത് ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതി ആയിരിക്കും എന്നതാണ് ഇതിനകത്ത് പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തതായിട്ട് വരുന്നത്. അപ്പോൾ 30ന്റെ ആൻസർ ഓപ്ഷൻ സി 4 മാത്രം. ഇനി 31 പ്രമുഖ നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റുമായിട്ടുള്ള OV വിജയന്റെ കൃതികൾ ഏതൊക്കെയാണ്? പ്രവാചകന്റെ വഴി, ഗുരുസാഗരം എന്നിവയാണ്. ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ്. ഇനി 32 മലയാളത്തിലെ ആദ്യമായി പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി നിർമ്മലയാണ്. ഇനി 33 താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര നടന്മാരിൽ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചവർ ആരൊക്കെയാണ്? മോഹൻലാലും രജനീകാന്തുമാണ്. ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉമാണ്. ഇനി 34 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ പി മാളവികയാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, പി മാളവികയാണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം 35 താഴെ കൊടുത്തിരിക്കുന്നവയിൽ തനതു നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ ഏതെല്ലാമാണ്? കലി, ദൈവത്താർ, അവനവൻ, കടമ്പ എന്നിവയാണ്. ഓപ്ഷൻ സി 1, 2, 3 ആണ്. ഇനി 36 താഴെ തന്നിരിക്കുന്നതിൽ ഒപ്പേക് അംഗരാജ്യമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അമേരിക്കൻ ഐക്യനാടുകൾ. 37 അകാൽ, ത്രികാൽ, ജൽക്കാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടയാണ്? ആൻസർ ഓപ്ഷൻ എ വരൾച്ചയുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ഇനി 38 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളാണ് സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ നയങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള നയങ്ങൾ? ഘടനാപരമായ പരിഷ്കരണ നടപടികൾ, സ്ഥിരത കൈവരിക്കാനുള്ള നടപടികളാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം മാത്രമാണ്. ഇനി 39 ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ വാക്യം ഏത്? ശരിയായിട്ടുള്ള വാക്യം ഓപ്ഷൻ ബി ആണ്. 1ാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെയാണ്. ഇനി 40ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മറ്റു പ്രധാന രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും ചേർന്ന് ഇന്ത്യക്ക് അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തി. ആ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ സവിശേഷത എന്താണെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെയുള്ള ശക്തമായ പൊതുമേഖല സമ്പദ് വ്യവസ്ഥയാണ്. ഇനി 41 കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി. പ്രധാന പദ്ധതികൾ നമ്മൾ പഠിച്ചാണ്. സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാതാവ് ഓർ പിതാവ് അല്ലെങ്കിൽ 2 പേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. ഇനി 42 താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് എന്നാണ് വെച്ചത്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ഒബ്സിറ്റി കേട്ടോ, ഒബിസിറ്റി. അപ്പോൾ ഓപ്ഷൻ ബി 3 ആണ്. ഇനി 43 ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവുമാണ്. ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ്. ഇനി 44 ശരിയായ വാരിയെല്ലുകൾ എന്നത് എന്താണ്? 1 മുതൽ 7 വരെ ജോഡി വാരിയെല്ലുകളാണ്. ഓപ്ഷൻ എ 1 ആണ് കേട്ടോ. ഇനി 45 മനുഷ്യ നേത്രത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത് ഏതെന്നാണ് വെച്ചത്. ശരിയായത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല അഥവാ കുറവാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 2 ആണ്. ഇനി 46 ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു 2026 മെയ് മാസത്തിലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഒരു കറണ്ട് അഫയർ പോയിന്റ് ആയിരുന്നു ഇത് കേട്ടോ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക സ്ഥാപിച്ച ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത്. ഇനി 47 സ്മാർട്ട് സിറ്റി ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ ആണ്, ശുചിത്വപൂർവ്വം സുസ്ഥിരവുമായ ചുറ്റുപാട്. 48 ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. ഓപ്ഷൻ ബി നിലക്കടല. 49 ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത. ഓപ്ഷൻ എ ആണ്, 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. 50 ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലക്കാത്തിൽ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് തരമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൻകര സംയോജനമാണ്.
ഇനി മാത്സ് ആണ്. 51ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 10/3 ആണ്, 10/3 ആണ്. ഇനി 52ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 23 ആണ്. 53 ഓപ്ഷൻ ഡി 4 ആണ്. 54ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 4 ആണ് വരുന്നത്. ഇനി 55ൻ്റെ ആൻസർ ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ എ 399. 56 ഓപ്ഷൻ ബി ആണ് കേട്ടോ, LPMMBN ആണ് വരുന്നത്. 57 ഓപ്ഷൻ സി 121. 58 ഓപ്ഷൻ ബി 7/15 ആണ്. ഇനി 59 ഓപ്ഷൻ ഡി 8. 60ാമത്തെ ചോദ്യം ക്ലോക്കിൻ്റെയാണ്, ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 7.5 ഡിഗ്രിയുമാണ്. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 61ാമത്തെ ചോദ്യം ദ ഇഡിയം ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ടു ഡു ഓർ സേ എക്സാക്ട്ലി ദ റൈറ്റ് എന്നാണ്. 62 എന്താണ്? ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, മിസ്റ്റർ രാജു ആസ്ക്ഡ് ഹിസ് ബ്രദർ ഹൂ ഹിസ് ഗസ്റ്റ്സ് വേർ എന്നുള്ളതാണ്. 63ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഐ വുഡ് ഹാവ് മെറ്റ് യു ആണ്. 64ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, എ ഗിഫ്റ്റ് വാസ് ഓഫേർഡ് ടു മീ ബൈ അങ്കിൾ എന്നാണ്. 65ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫോർ ആൻ ഇൻഡിഫിനിറ്റീവ് പീരീഡ് എന്നാണ്. ഇനി 66ൻ്റെ ആൻസർ ഓപ്ഷൻ സി വാസു ആണ്. 67ൻ്റെ ആൻസറും ഓപ്ഷൻ സി, ഐ ഹാവ് സ്റ്റേയിങ് സിംഗപ്പൂർ ഫോർ 10 years എന്നാണ്. 68ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, എ പേഴ്സൺ ഹൂ ഹാസ് ഓൾഡ് ഫാഷൻഡ് ഐഡിയാസ് ആൻഡ് ഹാബിറ്റ്സ് എന്നാണ്. 69 ആൻസർ ഓപ്ഷൻ ഡി നൊക്ചുറലാണ് വരുന്നത്. 70 ഓപ്ഷൻ ബി ആണ്, അക്സെപ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഇനി മലയാളമാണ്. 71ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, തപസ് പ്ലസ് ചരിയാണ്. 72ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നതിൽ കാര്യമില്ല. 73 ഓപ്ഷൻ ഡി മഞ്ഞാണ് വരുന്നത്. 74 ഓപ്ഷൻ ബി അജിരമാണ്. 75 ഓപ്ഷൻ ബി ഉണ്ടച്ചോറ്റിൻ കല്ലിടുക എന്നാണ്. 76 ഓപ്ഷൻ സി ഇത്തരമാണ് വരുന്നത്. 77 ഓപ്ഷൻ എ അമരമാണ് വരുന്നത്. 78 വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2, 4 ശരി 3 തെറ്റെന്നാണ്. 79 ഓപ്ഷൻ ബി കരിങ്കാലിയാണ്. 80 ഓപ്ഷൻ എ മനയമ്മയാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കാം. നമ്മൾ പഠിച്ചതൊക്കെയാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. 81 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ 2.1H പ്രകാരം 2.1H പ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ മജിസ്ട്രേറ്റിനാണ് നൽകേണ്ടത്. 82 ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 എത്ര വകുപ്പുകളുണ്ട്? BSAയിൽ എത്ര വകുപ്പുകളുണ്ടെന്ന്? ഓപ്ഷൻ ഡി 170 ആണ്. 83 ഭാരതീയ സാക്ഷ്യ അധിനിയമം വകുപ്പ് 39 സെക്ഷൻ 39 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പ്രാഥമിക തെളിവുകളെയാണ്. 84 മരണമൊഴിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, 26A ആണ്. 85 2011 പോലീസ് ആക്ട് വകുപ്പ് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? ഓപ്ഷൻ ബി കടമകളും ഉത്തരവാദിത്വങ്ങളുമാണ്. 86 വിവരസാങ്കേതിക നിയമപ്രകാരം കുട്ടികളുടെ ഓൺലൈൻ ലൈംഗിക ചൂഷണം തടയുന്നതിനുള്ള വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വകുപ്പ് 67B ആണ്, ചൈൽഡ് പോണോഗ്രഫി. 87 പോക്സോ നിയമത്തിലെ വകുപ്പ് 16 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് പ്രേരണ നൽകൽ എന്നതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ബോധപൂർവ്വം സഹായിക്കുകയോ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഇനി 88 പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ രഹസ്യത്വം ലംഘിക്കുന്നത് ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലാം കുട്ടിയുടെ പേര് പ്രസിദ്ധീകരിക്കൽ, ഫോട്ടോ പ്രസിദ്ധീകരിക്കൽ, വിലാസം പ്രസിദ്ധീകരിക്കലൊക്കെ എന്താണ്? രഹസ്യത്വം ലംഘിക്കുന്നതിനുള്ള കുറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. 89 വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നത് ഏതൊക്കെയാണ്? വിവരം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് രേഖകൾ, ഇലക്ട്രോണിക് രേഖകൾ, ഇമെയിലുകൾ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. 90 വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷി വിവരം സംബന്ധിച്ച ആവശ്യമായ നടപടി ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൂന്നാം കക്ഷിയെ ആലോചിക്കുക. 91 ഭാരതീയ ന്യായ സംഹിത BNSലെ എത്ര അധ്യായങ്ങളുണ്ടെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 24 ആണ്. 92 ഭാരതീയ BNSൽ സംഘടിത കുറ്റകൃത്യം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഓപ്ഷൻ ഡി വകുപ്പ് 111 ആണ്. ഇനി 93ാമത്തെ ചോദ്യം, BNSൽ ചെറിയ കുറ്റങ്ങൾ തടവ് ശിക്ഷയ്ക്ക് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷ ഏതാണ്? ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി സേവനമാണ്. 94 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSSലെ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കോടതി ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ്. 95 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ഏത് കോടതിയിലാണ് നൽകേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി സെഷൻസ് കോടതിയിലാണ്.
96 പോലീസ് പിടിച്ചെടുക്കുന്ന വസ്തുക്കളുടെ സൂക്ഷിപ്പും നിർമ്മാർജ്ജനവും പ്രതിപാദിക്കുന്ന 2011 വകുപ്പ് ഏതാണ്? വകുപ്പ് 60 ആണ്. ഓപ്ഷൻ ബി ആണ്. 97 കേരള പോലീസ് ആക്ട് 118A പ്രകാരം പൊതുസ്ഥലത്ത് മദ്യപിച്ച് അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഓപ്ഷൻ എ ആണ്. 3 വർഷം തടവ് പ്ലസ് 10,000 രൂപ പിഴയാണ്. 98 NDPS നിയമപ്രകാരം ആവർത്തിച്ചുള്ള കുറ്റവാളികൾക്ക് ബാധകമായത് ഇതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ആവർത്തിച്ചുള്ള കുറ്റവാളികൾക്ക് ബാധകമായിട്ടുള്ളതാണ്. 99 വിവര സാങ്കേതിക നിയമപ്രകാരം മറ്റൊരാളുടെ പാസ്വേഡ് ദുരുപയോഗം ചെയ്യുന്നത് എന്തായി കണക്കാക്കപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. 100 NDPS നിയമപ്രകാരം കുറ്റം ചെയ്യാനുള്ള ശ്രമം ശിക്ഷാർഹമാകുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 28 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. 28 ആണ് വരുന്നത്. ഇന്നത്തെ പരീക്ഷ അത്ര ടഫായിട്ടുള്ള ഒരു പരീക്ഷ ആയിരുന്നില്ല. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോയ ഒരാൾക്ക് എന്താണ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരീക്ഷയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മളൊരു രേഖപ്പെടുത്തണം. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഒരു അനാലിസിസും കറണ്ട് അഫയേഴ്സും ഒക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്ര മാർക്കാണ് നിങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ക്വസ്റ്റ്യൻസ് ആൻസർ നമ്മൾ മാർക്ക് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ. അപ്പോൾ എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.